സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ട് ബി.ജെ.പിയും പ്രതിപക്ഷ സഖ്യം ഇന്ത്യയും വനിതാ സംവരണവും മുത്തലാഖ് നിരോധനവും അടക്കം ഉയർത്തിക്കാട്ടി ബി.ജെ.പി വോട്ടു തേടുമ്പോൾ ഹിമാചൽ പ്രദേശ്, ഡൽഹി സർക്കാരുകൾ സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച പ്രതിമാസ ധനസഹായമാണ് പ്രതിപക്ഷത്തിന്റെ ആയുധം. നിയമസഭകളിലും ലോക്സഭയിലും 33% വനിതാ സംവരണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നടപടി ബി.ജെ.പി വ്യാപകമായി പ്രചാരണത്തിന് ഉപയോഗിക്കുകയാണ്. മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ നാരീശക്തി വന്ദൻ മാരത്തോൺ അടക്കം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുമുണ്ട്. മുത്തലാഖ് നിരോധനം ഉയർത്തിക്കാട്ടി മുസ്ലിം വനിതകൾക്കിടയിലേക്ക് കടന്നു ചെല്ലുന്നതിനുള്ള ശ്രമവും ബി.ജെ.പി നടത്തുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടാണ് ബി.ജെ.പിയുടെ പ്രചാരണം. എന്നാൽ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയും സ്ത്രീ വോട്ടർമാരെ ഒപ്പം നിർത്താനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ് സർക്കാർ 18-നും 60 വയസ്സിനും ഇടയിലുള്ള വനിതകൾക്ക് പ്രതിമാസം 1500 രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചു. ഇന്ദിരാഗാന്ധി പ്യാരി ബഹ്ന സുഖ് സമ്മാൻ നിധി എന്ന പേരിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഡൽഹി സർക്കാർ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപയുടെ ധനസഹായമാണ് പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജനയാണ് ഡൽഹി സർക്കാർ പ്രഖ്യാപിച്ചത്. ഈ പദ്ധതികളുടെ ചുവട് പിടിച്ച് വനിതകൾക്കുള്ള പ്രതിമാസ ധനസഹായ മാതൃകയിലുള്ള പദ്ധതികൾ കോൺഗ്രസ് പ്രകടന പത്രികയിലും ഉൾപ്പെടുത്തിയേക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി.